കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്നെടുത്തു മാറ്റണമേ. മരണമില്ലാത്ത കുറെ ഓർമ്മകളും പേറി നിന്റെ മുന്നിൽ കത്തുന്ന ഈ മെഴുകുതിരി പോലെ ഞാൻ എരിയുന്നത് നീ ദിവസവും കാണുന്നതല്ലേ? അതോ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുന്നതോ? എന്റെ മനസ്സാണ് ഇന്ന് ഇവിടെ ഞാൻ നിന്റെ മുമ്പിൽ പകരുന്നത്. ദൈവനീതിയും മനുഷ്യ നിയമങ്ങളും ഇവയെല്ലാം തമ്മിലുള്ള അന്തരം തേടി അലയുകയാണ് എൻ്റെ മനസ്സ്. നീ ഇനിയും എന്നെ കാണുന്നില്ലല്ലോ എന്നൊരു പരിഭവമുണ്ട്. എത്ര ദിവസമായി എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ മടുത്തു. Hello. Can I speak to Mrs. Rita, please? Yeah, speaking. I'm calling from Trivandrum. ഞാൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ മിനിസ്റ്ററുടെ PA കണക്ട് ചെയ്യാം. Okay. Just hold on a moment, please. ഹലോ, ഞാൻ നാരായണൻ നായർ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ PA ആണ്. എന്താ വിശേഷിച്ച്? നമ്മുടെ ഗവൺമെന്റ് ആദ്യമായിട്ട് സംഘടിപ്പിച്ച പ്രവാസി മലയാളി എഴുത്തുകാർക്കുള്ള പ്രഥമ അവാർഡായ പ്രവാസി ചന്ദ്ര അവാർഡ് ദി എഡ്ജ് ഓഫ് സാനിറ്റി എന്ന നിങ്ങളുടെ കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വരുന്ന കേരള പിറവി നവംബർ 1 അവാർഡ് വിതരണം. ഞങ്ങൾ രാവിലെ മുതൽ ട്രൈ ചെയ്യുന്നതാ. അവസാനം ഒരു വിധത്തിലാ മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചത്. ഓക്കെ, ഇപ്പൊ ടൈം എത്രയായിന്ന് മിസ്റ്റർ നായർക്കറിയാമോ? ഇവിടെ ഇപ്പോൾ സമയം വെളുപ്പിന് 5:30 മണി. എനിവേ, താങ്ക്സ്. ഓ, നീയോ? എന്ത് പണി അറിയത്തത്? കൊള്ളാം, ഒരു ഫോൺ ഊരിയിട്ടിരിക്കുന്നു. മൊബൈലോ സൈലന്റ് മോഡിലും. നിനക്ക് എന്നാ പറ്റി റീത്തേ? പഴയ വട്ട് വീണ്ടും തുടങ്ങിയോ? വട്ടായതല്ലോ, നീ വട്ടാക്കിയതല്ലേ. എനിക്കൊരു ചായ വേണം. നിനക്കൊരു കോഫി എടുക്കട്ടെ? ഞാൻ പല തവണ ശ്രമിച്ചു. എന്താ നിനക്ക്? എന്താ പറ്റിയത്? കുന്തം, നിനക്കെന്നെ ഒന്ന് കൊന്നു തരാമോ പ്ലീസ്? മതിയായില്ലേ നിനക്ക്? അപ്പൊ നീ വിവരമൊക്കെ അറിഞ്ഞല്ലേ? ലോകത്ത് ആദ്യമായിട്ടാ ഒരാൾ അവാർഡ് കിട്ടുന്നതിന്റെ പേരിൽ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്. നാട്ടിലൊക്കെ ഓരോരുത്തർമാർ ഇതിനു വേണ്ടി എത്ര സാറന്മാരുടെ കാല പിടിക്കുന്നത്. വഴി നീളെ നടന്ന് തെണ്ടി പിൻവാതിലൂടെ നുഴഞ്ഞു കയറിയാ ഒന്ന് സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു തീവള് മാത്രം. ഇതിന് വട്ടെന്നല്ലാതെ പിന്നെ എന്താ പറയാ? ഇതൊരു അതേടാ വട്ട. എനിക്ക് ആർക്ക് വേണോ ഈ അവാർഡ്?
എനിക്ക് ഒരു അവാർഡിനോട് ഒരു കൊതിയില്ല. നിനക്ക് വേണം? അവാർഡ് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ നിനക്കൊന്ന് സംസാരിച്ചുകൂടെ? അതല്ല എന്റെ ഒരു മര്യാദ. ഒരിക്കൽ ഇതുപോലൊരു വിഷമഘട്ടത്തിൽ എന്റെ പ്രശ്നങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞതിന്റെയാ ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ. അത് നിനക്കറിയാലോ. ആർക്കറിയാം ഇത് നീ വിറ്റ് കാശാക്കില്ലെന്ന്. ഇപ്പൊ ഞാനായി കുറ്റക്കാരനല്ലേ? അതെങ്ങനെയാ? അപ്പോ നിന്റെ കഥയ്ക്കുള്ള സ്കോപ്പ് കുറയില്ലായിരുന്നോ? ഞാനൊരു ചീത്ത ഉദ്ദേശം വെച്ചല്ലായിരുന്നു. അന്ന് എന്റെ പത്രത്തിന് ഒരു നല്ല ആർട്ടിക്കിൾ വേണമായിരുന്നു. വായനക്കാരൊക്കെ വായിച്ച് ഇത്തിരി വിവരം ഉണ്ടാവട്ടെ എന്ന് കരുതി. അതല്ല, ഒരു പൈങ്കിളി നോവലായിരുന്നു വേണ്ടതെങ്കിൽ നാട്ടിൽ 100 പേരെ കിട്ടും. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന ആരെങ്കിലും കരുതിയോ? നീ കരുതിയോ? വിശ്വം, നീ ഒന്നും പറയണ്ട. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുട്ടികളെ, ഒപ്പം എന്റെ ബന്ധുക്കളെയും. ഞാൻ എങ്ങനെ നിന്റെ വാക്ക് കേട്ട് ഇത്രയും ബുദ്ധിമോശം പ്രവർത്തിച്ചു നോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ആരും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. എല്ലാം നന്നാവുമെന്ന് കരുതിയല്ലേ നമ്മളും തുടങ്ങി വെച്ചത്. പക്ഷെ അത് എങ്ങനെയോ അങ്ങനെ ആയിപ്പോയി. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചതാ, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ദേ നോക്ക്, ഞാനെന്നും 2 മണി വരെ ഉറങ്ങാതിരിക്കുന്ന എന്തിനാണെന്ന് നിനക്കറിയാമോ? ഈ വഴിക്കുള്ള ലാസ്റ്റ് ബസ് കടന്നു പോകുന്നത് ഏതാണ്ട് ആ സമയത്താ. അതിപ്പോ ഇനിയും അവര് വരുമെന്ന് കരുതിയാണോ നീ ഇരിക്കുന്നത്? കൊല്ലം 3-4 വരാനായിരുന്നെങ്കിൽ അവരെന്നേ വന്നേനെ. ലുക്ക് റീത, ഒരു മാറ്റം ഇപ്പോഴും നല്ലതാ. നിന്നെ പഴയ പുലിക്കുട്ടിയായി കാണാൻ എനിക്കിഷ്ടം. എല്ലാം ശരിയാവൂടൂ, എനിക്ക് ഉറപ്പുണ്ട്. നീ പറഞ്ഞത് ശരിയാ. ഇവിടുന്ന് മാറിയാൽ ഒരുപക്ഷെ എല്ലാം മറക്കാൻ പറ്റിയേക്കും. പക്ഷേ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയതുകൊണ്ട് വന്ന പിഴകൾക്ക് ഞാൻ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും? കുറച്ചുകൂടി പക്വതയോടെ ഈ കാര്യം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ. ദേ വീണ്ടും ചങ്കര തെങ്ങേ തന്നെ. അത് വിട്. നീയാണോ തെറ്റ് ചെയ്തത്, അതോ ആ കുട്ടികളോ? നമ്മൾ അവരെ തിരുത്താൻ നോക്കി, അതാണോ നമ്മൾ ചെയ്ത തെറ്റ്? പക്ഷെ നാം സ്വീകരിച്ച മാർഗമാണ് തെറ്റിയത്. ഒന്നും വേണ്ടായിരുന്നു. റീത, നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും അന്നിങ്ങനെ ഈ കാര്യം നിസ്സാരമായിട്ട് വിട്ടിരുന്നെങ്കിൽ പിന്നെ ബന്ധുക്കളുടെ വക നല്ല പ്രതികരണം കിട്ടിയേനെ. ഇതിപ്പോ ഇങ്ങനെ ആയത് നന്നായി. നിനക്കിതിൽ പങ്കില്ലാന്ന് ബന്ധുക്കൾക്ക് വഴിയെ മനസ്സിലായിക്കൊള്ളും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് നീയല്ലേ പറഞ്ഞത് ആ പിള്ളേർ പുണ്യാളത്തിലാണ് കുന്തം കൊടച്ചക്രം എന്നൊക്കെ? മാങ്ങ കൊല കേട്ടില്ലേ ഇന്ന് എല്ലാവരും പറയണത്? ഹോ എന്റെ ദൈവമേ, ഇപ്പോഴും മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയെ. ഇനിയെങ്കിലും ആ നായർ കൊച്ചിനെ ഇവിടുത്തെ താമസമതിയാക്കി പറഞ്ഞുവിടാനുള്ള പണി നോക്ക്. ഫാദർ, ഒന്ന് പതുക്കെ. പറയുന്നത് മലയാളമാണ്, പക്ഷേ വഴക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പോരാത്തതിന് ഇവിടം പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്. നാട്ടിൽ നിന്ന് വരെ വിളി വന്നു. നീ പറഞ്ഞോണം മറുപടി. അരവനെന്ന് കയറ്റിവിട്ടതാണേ. എന്നിട്ടിപ്പോ ഇനി ഒന്നിനെയും അവിടുന്ന് സ്പോൺസർ ചെയ്ത് വിടില്ല. ഈ ഒറ്റ ഒരുത്തി കാരണം എത്ര പേരുടെ ഭാവിയാണ് തകർന്നതെന്ന് അറിയാമോ? പ്ലീസ്, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. ആ വിശ്വ, അച്ചോ, ദേ പത്രക്കാർ വന്നു. വേണമെങ്കിൽ ഉപദേശം ചോദിച്ചോ. ഞാൻ പോണു. ഇനി എന്നെ ഈ ഒരു കാര്യത്തിന് ഇങ്ങോട്ട് വരുത്തേക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അകത്ത് മാത്യൂസൻ തന്നെ ആയിരുന്നു. നെല്ലിക്കാടനച്ഛൻ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എല്ലാം ശരിയാവണേന്ന എന്റെ പ്രാർത്ഥന. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാലോ. നീ എന്റെ പത്രത്തിൽ എഴുതാമെന്ന് പറഞ്ഞ നോവലിന്റെ കാര്യം എന്തായി? വല്ല നടക്കോ? ഇനിയും കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലട്ടോ. എല്ലാം അറിയാം, പക്ഷെ എന്റെ അവസ്ഥ കണ്ടില്ലേ? മനസ്സൊന്ന് നേരെയായിട്ട് വേണ്ടേ എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിക്കാൻ? നീ ഇതൊന്ന് നീട്ടിവെക്ക്, ഒരു 2-3 മാസത്തേക്ക്. അപ്പോഴേക്കും എല്ലാം ശരിയാകും. ഓ, അപ്പൊ അങ്ങനെയാണോ? നീ ഇതുവരെ ഒന്നും എഴുതി തുടങ്ങിയില്ലേ? റീത പ്ലീസ്, ഈ നോവൽ തുടങ്ങുമെന്ന് പറഞ്ഞാണ് എന്റെ പത്രത്തിന് അല്പമെങ്കിലും പരസ്യം കിട്ടി തുടങ്ങിയത്. അതില്ലാണ്ടാവും ഇനി ഉള്ളതും കൂടെ അങ്ങ് പോവുകയും ചെയ്യും. അല്ല പിന്നെ മറ്റവൻ ചെയ്യണത് പോലെ വല്ല തറ എഴുതേണ്ടി വരും ഞാൻ. അതാവുമ്പോ
ആൾക്കാർ വായിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ആൾക്കാരൽപ്പം ചീത്ത പറഞ്ഞാലും അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അല്ലേ പിന്നെ എൻ്റെ സൈറ്റ് ഞാൻ വിൽക്കാനിടേണ്ടി വരും. നീ എന്തു പറഞ്ഞാലും എനിക്കിപ്പോ എഴുതാൻ കഴിയില്ല. എന്താ കാര്യം പറ. എനിക്ക് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഐ തിങ്ക് യു കാണ്ട്. ജസ്റ്റ് ടെൽ മീ, എന്താ നിന്റെ പ്രശ്നം? ഐ തിങ്ക് യു നീഡ് എ ചേഞ്ച് നൗ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കുട്ടിയെക്കുറിച്ച്? നിന്റെ ചേട്ടന്റെ മോളല്ലേ നമ്മുടെ സ്റ്റെല്ല? അവൾക്ക് എന്ത് പറ്റി? അപ്പൊ മാത്യുച്ചൻ പറഞ്ഞു എന്ന് നീ കേട്ടില്ലേ? കുറച്ചൊക്കെ, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാരും ഇപ്പൊ എന്നെയാ കുറ്റം പറയുന്നത്. അവളെ ഞാൻ വഷളാക്കിയെന്നാ മാത്യുച്ചൻ അടക്കം പറയുന്നത്. എന്ത് കാര്യവും മറച്ചു വെക്കാതെ എന്നോട് മനസ്സ് തുറക്കുന്ന അവൾ ഇക്കാര്യം മാത്രം എങ്ങനെ മറച്ചു വെച്ചു? എനിക്കറിയില്ല വിശ്വം. ആർക്കറിയാം? സമയദോഷം അതായിരിക്കും അല്ലേടാ? ഒരുപക്ഷെ ആയിരിക്കും. റീത്ത, ഇതിനൊക്കെ പരിഹാരമായിട്ട് ഞാനൊരു ഒറ്റമൂലി പറയട്ടെ. സീരിയസ് ആണെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. റീത്ത, ഐ എം സീരിയസ്. ട്രസ്റ്റ് മീ. നീ ഇത് കേൾക്ക്. നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചില കുറിപ്പുകളായി ചിലർ എഴുതി വെക്കാറുണ്ട്. പണ്ടൊക്കെ ചിലരിങ്ങനെ വയ്ക്കുമായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കാടൻ പരിപാടിയാണേലും സംഗതി സേഫാ. യു ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് ഓൺ ഇറ്റ് ഫേസ്. നോ റിയാക്ഷൻ ആസ് വെൽ. വാട്ട് ഡു യു മീൻ? എനിക്കറിയാം എന്തിനെക്കുറിച്ചാണെന്ന്. ഐ ആം നോട്ട് അബ്നോർമൽ ഓർ എനിത്തിങ്. ഒരു തുറന്ന കത്ത്. യാതൊരു രഹസ്യ സ്വഭാവം പാടില്ല. ആർ യു ഗെറ്റ് മീ ഓർ നോട്ട്? നോ. വേറൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന പോലൊരു സംഭവം. അതിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മളെപ്പോലെയോ മറ്റു പലരുടെ പേരിലോ ആയിരിക്കും. അങ്ങനൊരു സ്മോൾ സ്റ്റോറി. എ സ്മോൾ സ്റ്റോറി അബൌട്ട് ദിസ് ഗേൾസ്. ഒരു അഡ്വൈസ് പോലൊരു സ്റ്റോറി. രണ്ടു പേരെ ഉപദേശിക്കുന്ന പോലെ. സോറി, ഐ എം നോട്ട് ഫോളോയിങ് യു. പച്ച മലയാളത്തിൽ പറയാം. കോഴി കെട്ടവൻ്റെ തലയിലെ പപ്പ് കാണും, അല്ലാത്തവൻ്റെ തല തപ്പണ്ടല്ലോ. അത്ര തന്നെ. ഇതുകൊണ്ട് രണ്ടാ ഗുണം. പിള്ളേരും നന്നാവും, ഈ ഞാനും നന്നാവും. നോവലിന് നോവല്, ഉപദേശത്തിന് ഉപദേശം. ഞാനിതൊരു ന്യൂ ജനറേഷൻ നോവലാക്കി പബ്ലിഷ് ചെയ്തോളാം. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇതൊന്നും ശരിയാവില്ല വിശ്വ. ഞാൻ പോണു. വേണേ വാ. അല്ല, ഒന്ന് പോടാ റീത്ത. എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിശ്വ. എല്ലാം പതിയെ പതിയെ ഞാൻ മറന്നു തുടങ്ങുകയായിരുന്നു. അപ്പോഴേ നശിച്ച അവാർഡ്. പക്ഷേ ഞാനറിയാതെ നീ ചെയ്ത ഈ പരിപാടിയുണ്ടല്ലോ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പ്ലീസ്, ഈ ഒരു നോവൽ എന്റെയും നിന്റെയും ജീവിതം എത്രത്തോളം മാറ്റിമറിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ഇതിപ്പോ ഒരുമാതിരി വേണ്ടെങ്കി വേണ്ട, വാങ്ങണ്ട, അതുകൊണ്ടൊന്നും പ്രശ്നം തീരത്തില്ലല്ലോ. നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ സ്റ്റെല്ല വന്ന ദിവസം? അതുകൊള്ള ഞാനല്ലേ അവളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ ഞാനിവിടെ എത്തി. എനിക്ക് ചെറിയൊരു ജലദോഷപ്പനി, അതാ ഞാൻ വിശ്വനെ അയച്ചത്. കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും എന്നെ ഈ ചുമട്ടുകാരനാക്കിയ ഏർപ്പാട് ശരിയായില്ല. ഓ സോറി അങ്കിൾ, ഞാൻ റീതാമ്മയെ കണ്ടപ്പോ എല്ലാം മറന്നു.
റീതാമേ, ഇവിടുന്ന് എന്റെ കോളേജിലേക്ക് എന്തോരം ദൂരമുണ്ട്? നമുക്ക് ഇവിടുന്ന് തന്നെ ബസ് കിട്ടും. ഇവിടുന്ന് 6ാമത്തെ സ്റ്റോപ്പ്. എന്തായാലും ഇന്ന് ഞാൻ നിന്നെ കൊണ്ടാക്കാം. പിന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോവാനോ? ഡീ, നീയോ? ആരാ മോളെ പുറത്ത്? ദേ പവി, ഞാൻ പറഞ്ഞിട്ടില്ലേ? റീതാമേ, ഇതാ ഞാൻ പറയുന്ന പവിത്ര. പവി എന്ന് വിളിക്കും. റീതാമയെ പോലെ തന്നെ വലിയ പുസ്തകപ്രേമിയും എഴുത്തുകാരിയും ഒക്കെയാണ്. ചുരുക്കി പറഞ്ഞ ഒരു കൊച്ചു കവി അല്ലടി? വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കും, അല്ലാതെ ഇവള് പറയുന്ന മാതിരി ഒന്നുമില്ല. അത് ശരി. പവി വരൂ. പവി എത്ര നാളായി UK-ല്? 2 വർഷമായി. എനിക്കൊരു അബദ്ധം പറ്റി. ഞാന് രാവിലെ കീ അകത്തിട്ടിട്ട് ഡോർ ലോക്ക് ചെയ്തു പോയി. ചെന്നപ്പോൾ തുറക്കാനൊരു രക്ഷയില്ല. ഞാനിവിടെ ഒരു ഫാമിലിന്റെ കൂടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുക. ഒരു 3-4 ദിവസം എടുക്കും അവിടുന്ന് തിരിച്ചു വരാൻ. ആരെങ്കിലും വിളിപ്പിച്ച് ഒന്ന് തുറന്നു തരാമോ? കുത്തിപ്പൊളിക്കാനൊന്നും നിക്കണ്ട. 3-4 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. പവിത്രയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിക്കാലോ, അല്ലേ റീതാമേ? എടി, പക്ഷെ എന്റെ ഒന്നുമില്ല, എല്ലാം അവിടെയല്ലേ. എന്റെ ഡ്രസ്സ് നിനക്ക് സ്യൂട്ടാവില്ലേ? പിന്നെ അത്യാവശ്യം വേണ്ടത് നമുക്ക് പുറത്തു പോയി വാങ്ങാം. ഹ, അത് മതിയടി. 2-3 ഡേയ്സ് നമുക്ക് ഇവിടെ നിക്കാലോ. പിന്നെ നമുക്ക് ഒന്നിച്ച് പോവാൻ ചെയ്യാം. കേറി വാടി, ഫോൺ ചെയ്തത് മതി. ഞാനവരെ വിളിച്ചു. അവരും പറയുന്ന ലോക്ക് പൊളിക്കില്ലെന്നാ. ഹ? hate my hair. I want snooky hair. That would look so hot. You know what else I want? To be a Kardashian? എടാ ഇതിന്റെ ചാർജ് ഓഫാ. എനിക്കെന്റെ ചാർജർ ഒന്ന് എടുത്തു തരുമോ? ബെഡ്റൂമിലുണ്ട്. നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ? രണ്ടുപേരും പോയി കിടക്കാൻ നോക്ക്. Okay, good night. എടി, നിന്റെ റൂം മൊത്തം ജന്തുക്കളാണല്ലോ. നീ ആ ഫോട്ടോ കണ്ടോ? ഐ ലവ് ഓൾ ദീസ്. എന്നാടി, ഉറക്കം വരുന്നില്ലേ? നിനക്ക് ദാഹിക്കുവാണെങ്കിൽ അവിടെ വെള്ളം ഇരിപ്പുണ്ട്. എനിക്ക് ഉറക്കം വരുന്നു. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഹലോ, ആരാടി? എന്താ ഒരു രഹസ്യം പറച്ചിൽ? ഒന്നുമില്ലടി, ജസ്റ്റ് എ ഫ്രണ്ട് ഫ്രം ബ്രിസ്റ്റോൺ. ഓ, ബൈ റീതാമേ. ബൈ സ്റ്റെല്ല. Are you an Amul baby? അല്ല, ഈ കെട്ടിപ്പിടുത്ത ഉമ്മക്കലൊക്കെ കണ്ടിട്ട് ചോദിച്ചതാ. പോടി, അതെന്റെ ആന്റി അല്ലേ. ഞങ്ങൾ അങ്ങനെയാ. എന്റെ ഡാഡിയും മമ്മിയും പട്ടാളത്തിലായിരുന്നു. തിരക്കുള്ള 2 മിലിറ്ററി ഡോക്ടേഴ്സ്. ഇടയ്ക്ക് അവധിക്ക് വരുമ്പോഴുള്ള ബന്ധമേ എനിക്ക് അവരുമായി ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു മകളെപ്പോലെ സ്നേഹിച്ചതും വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഈ റീതാമയാ. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആരെക്കാളും വേണ്ടപ്പെട്ടവരാണ് ഈ റീതാമ. ഐ ലവ് ഹർ സോ മച്ച്. ഓക്കെ ഓക്കെ, ഒരു ആന്റി. ഐ ഫീൽ സോ ജെലസ് ബിക്കോസ് യു ലവ് ഹർ മോർ ദാൻ മീ. യു ആർ വെരി സിലി പവി. കം ഓൺ, ലെറ്റ്സ് ഗോ, ഹറി അപ്പ്. ഇത് എന്റെ ഡ്രസ്സാന്ന് തോന്നുന്നേ ഇല്ല. That's Pavi. Pavi the Great. You know, I love this clothes. This clothes one's like you. This much of love you, roses. ഹോ, ഇതൊരു നല്ല കഥയായി. ഒരു സാഹിത്യം പറച്ചില്. എന്റെ കുട്ടിക്കാലം മുതലേ ഞാനും റോസസിന്റെ ഫാനാ. എനിക്കിതെല്ലാം റീതാൻഡി തന്നതാ. ചുമ്മാ ശല്യപ്പെടുത്താതെ. എന്താണ് ഇത്ര അടിച്ചു കൂട്ടുന്നേ? ഹലോ, അത് സാരമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, പവിയുണ്ടല്ലോ. ഇല്ല, റീതാമ വന്നിട്ടേ ഉള്ളൂ. എന്താടി? ഓ, റീതാമയായിരുന്നു. അല്പം താമസിച്ചേ വരുള്ളൂ. അല്പം താമസിച്ചെന്ന് വെച്ചാ? മേ ബി ആഫ്റ്റർ 11. ഞാനിവിടെ ഉണ്ടല്ലോ. അതാ ആന്റിയും പറയുന്നത്.
നിനക്ക് വേറെ ഒരു വിഷയം കിട്ടിയില്ലേ PhDക്ക്? സെക്സ് ആൻഡ് റിലീജിയസ് സ്റ്റഡി ആരെങ്കിലും പഠിക്കോ? അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ. നിനക്ക് എന്തിന്റെ പ്രശ്നമാ? എന്നെ ഈ കോഴ്സിന് വിട്ടിരിക്കുന്നത് സഭയാണ്. ഇവിടുത്തെ സംസ്കാരം നാട്ടിലേക്ക് പകർന്നു വരുന്നുണ്ടോന്ന് സഭയ്ക്ക് സംശയം. അത് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് സഭയുടെ ഉദ്ദേശം. എന്റെ ഉദ്ദേശം റീതാമ്മയുടെ കൂടെ 3-4 വർഷം അടിച്ചു പൊളിക്കുക. വീട്ടിൽ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പറയും കുടുംബം രക്ഷപ്പെട്ടെന്ന്. അതിങ്ങനെയൊക്കെയാണല്ലേ? ഒന്ന് പോടി അവിടുന്ന്. സഭ എന്നെ പേരിന് സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ. ക്യാഷ് മുടക്കുന്നതൊക്കെ എന്റെ അപ്പനാടി. നിങ്ങളൊക്കെ ഭാഗ്യവതികളാ. പക്ഷെ എന്റെ കാര്യം നേരെ തിരിച്ചാ. ഉള്ളതൊക്കെ വിറ്റും പിറക്കിയാ എന്റെ അമ്മ എന്നെ ഇങ്ങോട്ട് പഠിക്കാൻ വിട്ടത്. സ്റ്റുഡന്റ് വിസയിൽ വന്നപ്പോഴാ റിയാലിറ്റി എന്താന്ന് മനസ്സിലായത്. ഇതിപ്പോ എനിക്ക് കുറച്ച് കടവും ബാധ്യതയും മാത്രം മിച്ചം. ഇവിടുന്ന് വെറും കൈയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു സ്റ്റെല്ല. എനിക്കിവിടെ നല്ല ജോലിയുണ്ടെന്നാ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ വെറുതെ അവരെ കൂടെ തീറ്റിക്കുന്നത്? ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതിയല്ലോ. അനീതിമാരുടെ കാര്യം ഓർക്കുമ്പോഴാ അമ്മയ്ക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണെന്നോ. I feel the sunshine when you're here. I smell the roses when you're near. You are my love. നീ നന്നായി പാടുന്നുണ്ടല്ലോ. വെരി നൈസ് സിംഗിങ്. അതെന്തേലും ആട്ടെ. I was just trying. You're so special to me. That's why I'm dedicating this song for you, my love. നീ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? The Bell Jar is written by Sylvia. ഇല്ല. ദാ പിടിച്ചോ, ഒരു കിടിലൻ ഡയലോഗ്. Kiss me now and see how important I am. എന്നാടി, ഒന്ന് ട്രൈ ചെയ്യുന്നോ? പോ പെണ്ണെ അവിടുന്ന്. നിനക്ക് വേറെ ഒരു പണിയില്ലേ ഇതല്ലാതെ? I think you are in love with someone, aren't you? നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? No. ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ട്. അത് തുടക്കത്തിലൊരു വൺ സൈഡ് ആയിരുന്നു. അയാൾ എനിക്ക് വേണ്ടി പലപ്പോഴും ഇടവഴികളിൽ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ കണ്ടില്ലാന്ന് നടിച്ചെങ്കിലും പിന്നീടെപ്പോഴോ ഞാനും അയാളെ ശ്രദ്ധിച്ചു തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ പലർക്കും വേണ്ടി അയാൾ ഇതുപോലെ കാത്തു നിൽക്കാറുണ്ടായിരുന്നെന്ന്. അതോടെ എന്റെ നാമ്പിട്ട പ്രണയം ദാഢ്യം.
ഇനി നിന്റെ കാര്യം പറ. ഞാനോ? എനിക്കിതൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ ഈ പൊട്ടി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? 4 പേര്, 4 ലിറ്റിൽ റാസ്കൽസ്. അതിൽ ഒരാള് he was so hot and handsome, but when I realized he was a father of 2 children, I simply left him. പിന്നെ ഞാൻ ഒരു പുരുഷനെയും സ്നേഹിച്ചിട്ടില്ല. ഇനി എനിക്കതിന് കഴിയൊന്നും തോന്നില്ല. എല്ലാവരും സ്വാർത്ഥരാണ്, അല്ലെങ്കിൽ മാംസനിബിഡമായ പ്രണയങ്ങൾ. എനിക്കതിലൊന്നും തീരെ താല്പര്യമില്ല. എനിക്ക് ഊഷ്മളമായ പ്രേമം മാത്രം സമ്മാനിക്കുന്ന, എൻ്റെ ഇഷ്ടങ്ങളെ വിലമതിക്കുന്ന, എന്നെ ജീവനെ പോലെ കരുതുന്ന ഒരാൾ. ആ ആളിന് വേണ്ടി മാത്രമാണ് എൻ്റെ ജന്മം മോളൂ, എൻ്റെ ഈ കാത്തിരിപ്പ്. ആരാണ് ആ ഊഷ്മള സ്നേഹത്തിനുടമ? ഒന്ന് പറയൂ പ്ലീസ്. എന്തായാലും നിന്റെ കാത്തിരിപ്പിന് ഒരു ഫലമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പവി. പിന്നെ എനിക്കും ഒരു ഊഷ്മള ഹൃദയമാണെന്നാണ് എന്റെ കൂട്ടുകാർ പറയുന്നത്. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായുള്ളവളോ അവൾ ഒരുത്തി മാത്രം. അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. കന്യകമാര് അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യങ്ങളെ പോലെ ഭയരത്വമുള്ളവൾ ആര്? അത് നീ തന്നെ, എന്റെ സ്റ്റെല്ല. ഹേ, നിനക്ക് ഞങ്ങളുടെ ബൈബിളൊക്കെ നല്ല പരിചയമാണല്ലോ. നീ ഒരു സംഭവമാണ് പവി. ഇത്ര മനോഹരമായി പ്രണയത്തെ വർണ്ണിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരിടത്തും വായിച്ചിട്ടില്ല. ഹൗ റൊമാൻറ്റിക് ആൻഡ് ഹൗ സ്വീറ്റ് മോളു. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ആന്റി വരും. ഇതിനെങ്ങും ചാർജില്ല. രാവിലെ മുതൽ ഇതിന് റെസ്റ്റ് ഇല്ല. അതാ ഇടയ്ക്ക് ഞാൻ വിളിക്കാഞ്ഞേ. ഒരു ബിസിനസ് മീറ്റിംഗാ. നാളെ നേരത്തെ പോണം. വരാൻ വൈകും. പവിത്രയ്ക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടായി. ശരിക്കും പറഞ്ഞ ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഓരോ നിമിഷങ്ങളെയും ഞാൻ പ്രണയിച്ചു തുടങ്ങിയെന്ന് പറയുന്നതായിരിക്കും അതിന് ശരി. പിന്നെ ഈ പുസ്തകങ്ങൾ, അവയും എന്റെ പ്രിയപ്പെട്ടവ തന്നെ. നൈസ് കളക്ഷൻ ഓഫ് ബുക്സ്. ദാ സാഹിത്യം വന്നല്ലോ. എങ്കി പിന്നെ ഇവിടെ കൂടിക്കോ. എനിക്ക് ഒരു കൂട്ടായി. ഒന്നിച്ചു പോകാം, ഒന്നിച്ചു വരാം. ആന്റി അല്പം ലേറ്റ് ആയാലും ഞാൻ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ. അത് പവി ആലോചിച്ച് പറയട്ടെ. ഐ വിൽ ലിവ് ഇറ്റ് വിത്ത് യു. ഓക്കെ, ഞാൻ ആലോചിക്കാം. എന്തായാലും എന്റെ ലാൻഡ് ലോഡ് വരട്ടെ. പ്ലീസ് സ്റ്റേ വിത്ത് us പവി. നല്ല തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. എന്തായാലും അവര് വരട്ടെ. ദേ, നിന്റെ ആന്റിക്ക് തലവേദന. നീ ബാം വല്ലതും പോയി പരട്ടിക്കൊടുക്ക്. ശരിയാ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ആളെ പേടിപ്പിച്ചല്ലോ. നിനക്ക് ഉറങ്ങൊന്നും വേണ്ടേ?
ഹാ, ഞാൻ വിചാരിച്ച പോലെ പ്രണയലേഖനം എഴുതുവാണെന്ന്. ഹാ, എന്താ ഇത്? ഞാനൊന്ന് നോക്കട്ടെ. ആദ്യമായി കണ്ടപ്പോൾ നീ എൻ നിശ്വാസമായി, പിന്നെ നിൻ മൊഴിയിൽ സഖി ഒരു വാക്കിനായി ഞാൻ എത്ര ഉഴറിയെന്നു. ആദ്യ സ്പർശനത്തിൽ, ആ ആലിംഗനത്തിൽ നാം ഇരുമേ. വാവ്, ഇത് എന്നെ വലിയ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ നീ ആയോ എഴുത്തുകാരി? സൂപ്പർ ഡാ. വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ് മോളെ. എന്റെ ഉള്ളിൽ ഒരു കവി ഹൃദയം ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അതാണ് സ്റ്റെല്ല. വാടി പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ ഓക്കെ. എനിക്ക് പറ്റിയതുപോലെ ആവോ? നിന്റെ ആന്റിന്റെ കൈ കീ ഉണ്ടോ? ഏയ്, ഇവിടെ 2 താക്കോലുണ്ട്. നാല് ദിവസത്തെ സുഖവാസം കഴിഞ്ഞ് പവിയുടെ വീട്ടിലേക്ക്. റീത്താമ്മ പറഞ്ഞത് നീ മറന്നോ? നാളെ തന്നെ പെട്ടിയെടുത്തോണ്ട് വന്നേക്കണം. ചുമ്മാ കൂട്ടായിട്ടൊന്നും ഈ പവിയെ കിട്ടത്തില്ല. സ്വന്തമായിട്ടാണെങ്കിൽ നോക്കാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? Stella, now I feel like we're completely unique in this world. ദാ പിന്നെയും തുടങ്ങി അവളുടെ ഒരു ഫിലോസഫി. റീത്താമ്മ ചോദിക്കുന്നു. നീ എന്താ പറഞ്ഞേന്ന്? എനിക്ക് നിങ്ങളുടെ വീടൊക്കെ ഇഷ്ടാ, പക്ഷേ എന്തോ എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്ത്? നീ അത് സമ്മതിച്ച ഓക്കെ. എന്താ പറ. അന്ന് പറഞ്ഞ യുണീക്നെസ് ആണോ?
നമുക്കിടയിൽ ഒരു സെപ്പറേഷൻ പാടില്ല. എൻ്റെ നിന്റെ അങ്ങനൊന്നുമില്ല, നമ്മുടെ അങ്ങനെയുള്ളൂ. അതെന്താ അങ്ങനെ പറയുന്നേ? ഞാൻ അങ്ങനെയാണോ? Which one is yours? വട്ടാണോ? Stella, there is only one me. I'll stop trying to devalue myself and by trying to be a copy of someone else. I can't do that. I can't. I'm sorry. Okay, calm down. I'm just joking. അത് തന്നെ ഞാനും പറഞ്ഞത് സ്റ്റെല്ല. നീ ഞാൻ അങ്ങനെയല്ല, നമ്മള്. മനസ്സിലായോ? I hope you got it now. Okay, സമ്മതിച്ചു. എന്റെ അല്ല, നിന്റെ അല്ല, നമ്മുടെ. Yeah. Take care. Hey, hi. ഞാൻ ഓർത്തു പവിയെ കണ്ടില്ലല്ലോ. എന്താ ഇത്ര വൈകിയത്? സത്യമായിട്ടും ടാക്സി കിട്ടിയില്ല. ഞാൻ എന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാ വന്നേ. അവിടെ ഇരിക്കടി, നമുക്ക് ചായ കുടിക്കാം. എന്നിട്ട് ബാഗൊക്കെ നമുക്ക് എടുത്തു വെക്കാം. Hello. Hello. Oh. Stella? I no longer believe in the idea of soulmate or love at first sight. But now you see, my life has changed a lot since I met you. I want comfort, a kind soul, and I want to love and to be loved. Stella, I have a history of making decisions very quickly about man. I have fallen in love without measuring the risk at many times. My dad has never been there for me in my childhood. He just walked out of me and my mom, and he never came back. I feel so sorry for you, da. സാരില്ല, പോട്ടെ. Bless are the moon, for they will get comforted. I don't know how I can comfort you.
Life is full of twists and turns, Pavi. So take it easy, my girl. ശരിയാവും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടാകും. നീ പറഞ്ഞ നേരാ, എല്ലാം ശരിയാവും. പക്ഷെ വൈകിയാലോ ഒന്നും ശരിയാവില്ല. എന്തായാലും എൻ്റെ ഉറക്കം പോയി. ഇനി നിന്റെ കഥ കേട്ടിട്ടുറങ്ങാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ഫ്രണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 10th ക്ലാസ്സിൽ ഹൈ മാർക്കോടെ ഞാൻ പാസ്സായി. ദൂരെയുള്ളൊരു പ്രശസ്തമായ കോളേജിലും ഞാൻ ചേർന്നു. വീട്ടിലും ദൂരെ ആയതിനാൽ ഞാൻ അവിടെ തന്നെ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസം. നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. അത്യാവശ്യം എഴുത്തും സാഹിത്യമൊക്കെ എൻ്റെ ചോരയിൽ ഉള്ളതിനാലാവും ഞാൻ അവിടെ ഒരു താരമായിരുന്നു. ആ ഇടയ്ക്ക് ഞങ്ങളുടെ കോളേജിൽ പുതിയതായിട്ടൊരു ഗസ്റ്റ് ലെക്ചറർ വന്നു. വളരെ വിവരവും നന്നായിട്ട് എഴുതുകയും ചെയ്യുന്ന ഒരാൾ. അവർ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നില്ല. എങ്കിലും എൻ്റെ ഏതോ ഫ്രണ്ട്സ് പറഞ്ഞറിഞ്ഞ് എൻ്റെ കഥയും കവിതകളും വിശകലനം ചെയ്യുവാനും പ്രോത്സാഹിപ്പിക്കാനും അവരെത്തിയിരുന്നു. എനിക്ക് ഗസ്റ്റ് ലെക്ചറർ ഇഷ്ടമായിരുന്നു. അവർക്ക് എന്നെയും. ലെക്ചറർ എന്തെഴുതിയാലും എന്നെ കാണിക്കുമായിരുന്നു. ലെക്ചർ ഞങ്ങളുടെ കോളേജ് അക്കോമഡേഷനിലായിരുന്നു താമസിച്ചിരുന്നത്. ഞങ്ങളുടെ ചർച്ചകളും വിശകലനങ്ങളും രാത്രിയോളം നീളുമായിരുന്നു. ഞങ്ങൾ ഇരുവരും ചെറിയ ചെറിയ കവിതകൾ എഴുതി കൈമാറുമായിരുന്നു. സൗഹൃദമാണോ പ്രണയമാണോ എന്നറിയാതെ ഞാൻ കുഴഞ്ഞു. ആ ബന്ധം എങ്ങനെയോ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ വയ്യാത്തതുപോലെ ദൃഢമായി. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എൻ്റെ ഹൃദയം പിടയ്ക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അത് മനഃപൂർവ്വം മറന്നൊന്ന് നടിച്ചു. ആ സാമീപ്യത്തിന് ഒരു റോസസിൻ്റെ മണമായിരുന്നു. എന്തായാലും മറ്റു കുട്ടികൾ സംശയദൃഷ്ടിയോടെ ഞങ്ങളുടെ ബന്ധത്തെ കണ്ടു തുടങ്ങിയപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തേക്ക് പറിച്ചെറിയപ്പെട്ടു. പിന്നീട് എപ്പോഴോ ആരോ പറഞ്ഞു അവർ വിദേശത്തേക്ക് ഹയർ സ്റ്റഡീസിനായിട്ട് പോയിന്ന്. എനിക്ക് ലഭിച്ച ആ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം എന്നും എൻ്റെ മനസ്സിനെ നീറ്റുന്നുണ്ട്. ഇടയ്ക്ക് ആ വേദന ഊറി വന്നെന്നെ കരയ്ക്കാറുമുണ്ട്. അതങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അത് സ്ത്രീയായാലും പുരുഷനായാലും പിരിയേണ്ടി വരുന്നത് പ്രാണത്യാഗം തന്നെയാണ്. ഞങ്ങൾ പിരിയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത് ഇത്ര മാത്രം:
ചിതറിടും തുള്ളിയായി നിറയുമെൻ ജീവനേ പാടാം നമുക്കീണം ഈണം. നിന്നിഴൽ ചില്ലതൻ പൊൻകിളിക്കൂട്ടിൽ ഞാൻ കിനാവർണ്ണമായി മണിത്തൂവലായി കൂടുകൂട്ടിടാം ഞാൻ. ഇനിയും ഈ പാതയിൽ ഇരുളും ഈ സന്ധ്യയിൽ ഇരുളിൽ ദീപമായി കുളിരിൻ കൂട്ടുമായി പോയിടാമേറെ നാം. ഈ നിലാച്ചോലയിൽ വയൽ പൂക്കളിൽ ചിതറിടും തുള്ളിയായി നിറയുമെൻ ജീവനേ പാടാം നമുക്കീണം ഈണം. തീരം തേടിയായൊരു തിരയായി കേഴവേ തെന്നൽ താളമായി മൗനരാഗമായി ചുണ്ടിൽ മൂളവേ ആദ്രമീരാവിലെ പെൺതിങ്കൾ ശോഭ പോലെ സ്വരമെൻ നെഞ്ചിലായി നാദം കൊഞ്ചലായി അലിയുമോ പ്രാണനേ. ഈ നിലാച്ചോലയിൽ വയൽ പൂക്കളിൽ ചിതറിടും തുള്ളിയായി നിറയുമെൻ ജീവനേ പാടാം നമുക്കീണം ഈണം. ഈ നിലാച്ചോലയിൽ വയൽ പൂക്കളിൽ ചിതറിടും തുള്ളിയായി നിറയുമെൻ ജീവനേ പാടാം നമുക്കീണം ഈണം. പവി ദേ ഇത് നോക്കി. Oh my god. I can't believe this. എനിക്ക് പേടിയാവുന്നു.
എവറിഥിങ്. എനിക്ക് പേടിയാവുന്നു. What shall we do? I don't know. ഓ കമോൺ. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ഇവിടെ വീട്ടിലാ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം. എന്താ കാര്യം? കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. നീ ആദ്യം ഇങ്ങോട്ട് വാ. എന്താ എന്താ പറ്റിയേ? അകത്തോട്ട് വാ, പറയാം. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. നിന്റെ ഒരു പത്രബുദ്ധി അതാ എല്ലാം കുഴച്ചത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇത് വായിച്ചു നോക്ക്, എന്നിട്ട് ഇതും കൂടെ അച്ചടിക്ക്. തൃപ്തി വരട്ടെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, അവർ രണ്ടുപേരും കൂടിയാണ് പോയിരിക്കുന്നത്. ഈ നാട്ടിൽ അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നീ മനസ്സിലാക്കണം. അത് അവർ ഈ കത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വരട്ടെ, നമുക്ക് കണ്ടുപിടിക്കാനേ. നീ വായിച്ച കത്ത് പകുതി വിഴുങ്ങിയല്ലേ? അവൾ എഴുതിയിരിക്കുന്ന കണ്ടോ? ഞങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഈ ഭൂമിയിൽ അവരിനി ഉണ്ടാവില്ലെന്ന്. അവര് വരും, വരാതെ എവിടെ പോവാനാ? ആരോട് തിരക്കും? എനിക്കാണെങ്കിൽ അവരൊരു ഫ്രണ്ട്സിനെയും പരിചയം പോലുമില്ല. റീത, പ്ലീസ് കാം ഡൗൺ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഓക്കെ, വർഷം എത്രയായെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വെറുതെ ഒരു ശ്രമം. നമുക്കൊരു ന്യൂസ് കൊടുക്കാം നമ്മുടെ പത്രത്തിൽ. എവിടെയാണെങ്കിലും അവർ തിരിച്ചെത്തണമെന്നും റീതാമ്മ അവരെ കാത്തിരിക്കുന്നുവെന്നും ഒരു റിക്വസ്റ്റ് കൂടി കൊടുക്കാം. അവർക്ക് വേണ്ടി നീ അല്പം താഴ്ന്നു കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. എന്താ നിന്റെ അഭിപ്രായം? അവൾ അങ്ങനെയെങ്കിലും തിരിച്ചെത്തുമെങ്കിൽ എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാം. ഇതൊരു ന്യൂസായി കൊടുക്ക്. ഈ നോവൽ എഴുതിയത് വഴി എനിക്ക് നഷ്ടമായത് ഞാൻ മോളെപ്പോലെ സ്നേഹിച്ച സ്റ്റെല്ലയാണ്. അവളോട് ശരിയായ രീതിയിലൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഒരവസ്ഥ എനിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്ന് ഇപ്പൊ തോന്നുന്നു. എബി, ആ ദേ ഇത് കണ്ടോ? എന്താ? ഒന്ന് പെട്ടെന്ന് വന്നേ. ദേ ഇതൊന്ന് വായിച്ചേ. Have you read it?
Yeah. What shall we do? Hey, come on. There's nothing more to do. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ആൻറ്റിക്ക് നിന്നെ വെറുക്കാൻ സാധിക്കില്ലെന്ന്? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞത് നമുക്ക് അവിടം വരെ ഒന്ന് പോകാമെന്ന്. We have to find Pavi. We have to. We have to go back and convince her she needs to take the award. You don't worry. You don't worry. How am I not supposed to worry? I could be the reason that she's not taking the award. I can't believe this. It's all my fault. It's all because of me and Pavi. And I was so wrong 3 years ago. I should have left her. I should have left her. പോകണമെങ്കിൽ നമുക്കിപ്പോൾ പോകാം. ഇപ്പോൾ ഇറങ്ങിയാൽ രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തും. എനിക്ക് പോണം എബി. എനിക്ക് ആന്റിയുടെ കാല് പിടിച്ച് കരഞ്ഞ് ക്ഷമ ചോദിക്കണം. ഓക്കേ. നീ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? റീത്താൻ്റെ അല്ലേ? ആരാ? ഞാൻ എബി. എബി? എന്നാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? 2 വർഷമായി. എവിടെ നമ്മുടെ പവിത്ര? നോർത്തിൽ തന്നെ എവിടെയുണ്ട്. അതൊരു കഥയാ. റീതാമ്മ എന്നോട് ക്ഷമിക്കില്ലേ? പ്രായത്തിന്റെ എടുത്തുചാട്ടവും പിന്നെ പവിയോട് പെട്ടെന്ന് തോന്നിയ സഹതാപവും സ്നേഹവും ഒക്കെ എപ്പോഴോ അതിരു കടന്നുപോയി. എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയപ്പോഴാണ്. റീതാമ്മയ്ക്ക് അറിയില്ലേ എനിക്ക് കുട്ടികളെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഒരു കുടുംബമായി ജീവിക്കേണ്ടതിന്റെ സന്തോഷങ്ങൾ ഞാൻ തന്നെ കെടുത്തിക്കളഞ്ഞല്ലോ എന്ന കുറ്റബോധവും പിന്നെ നിങ്ങളെ എല്ലാവരെയും വഞ്ചിക്കേണ്ടി വന്നല്ലോ എന്നുള്ള നീറ്റുന്ന ചിന്തയും എന്നെ കാര്യങ്ങൾ ഇത്തിരി കൂടെ പക്വതയോടെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ സാവകാശം പവിയെ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചു. നോ വറീസ്. ഇക്കാര്യത്തിൽ നീ ഒരു തെറ്റ് ചെയ്തുവെന്ന് ഒരിക്കലും ഞാനൊരു മുൻവിധി നടത്തിയിട്ടില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിലല്ല കാര്യം, ആ തെറ്റിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു, അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മളെ എന്തു പഠിപ്പിച്ചു എന്നുള്ളതാ. ഓരോ തെറ്റും ഓരോ ശരിയിലേക്കുള്ള യാത്രകളാ മോളെ. കഴിഞ്ഞത് കഴിഞ്ഞു. പവിത്ര എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ അതേക്കുറിച്ച് അവളോട് ചോദിച്ചു. പക്ഷേ അവളൊന്നും വിട്ടു പറഞ്ഞില്ല. മാത്രമല്ല അവളുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങളും കണ്ടു തുടങ്ങി.
അപ്പോൾ തന്നെ എനിക്ക് നഷ്ടമായതിനെക്കുറിച്ച് സ്വയം ബോധ്യമായി. ഞാൻ എൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു, യാതൊരു മടിയും കൂടാതെ. അവൾ എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് മടങ്ങിപ്പോവാൻ മനസ്സുകൊണ്ട് സമ്മതിച്ചു. അപ്പോൾ അവൾ എന്നോട് കാട്ടിയ ഇഷ്ടങ്ങൾ ഒക്കെ വെറും അഭിനയമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തോ അക്കാര്യത്തിൽ അവളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒരു സാധാരണ കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ അവളോട് സൂചിപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് ഒരിക്കലും അങ്ങനൊരു മാരീഡ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാനാവില്ലെന്നാണ്. അങ്ങനെ ചെയ്താൽ ഒരു പുരുഷനെ അറിഞ്ഞുകൊണ്ട് ചതിക്കുന്നത് പോലാകുമെന്ന്. അതാവും അവൾ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞത്. ഐ തിങ്ക് ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സംവൺ. ഷീ ടോൾഡ് മീ ദാറ്റ് വൺ ഡേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷമാണ് ഞാൻ എബിയെ കണ്ടുമുട്ടുന്നത്. എല്ലാം അറിഞ്ഞ ശേഷമാണ് എബി എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. പവിയുടെ കാര്യം വലിയ കഷ്ടം അറിയത്താമേ. ഒരുപാട് കടങ്ങളൊക്കെ ആയിട്ട് ഒരു സ്റ്റുഡന്റ് വിസയിലാണ് അവളിവിടെ എത്തിയത്. പക്ഷേ 20 മണിക്കൂർ ജോലി ചെയ്യുന്നത് അവൾക്ക് ചിലവിന് പോലും തികയില്ല എന്ന് വന്നപ്പോൾ അവൾ സ്വയം കണ്ടുപിടിച്ച മാർഗമാണ് സ്വന്തം ശരീരം മെഡിസിൻ ടെസ്റ്റിന് വിടുക എന്നത്. അത്യാവശ്യം കാശും കിട്ടും. I can't believe this. Oh my God. Poor girl. We should stop her. ഒരു മനുഷ്യജീവന് ഒരു വിലയുമില്ലേ? Anyway, have to find her at any cost. Please do it. Please. Please think about it. അവളുടെ ഒരു ഫ്രണ്ടില്ലേ വെനന, അവളുടെ നമ്പർ ഉണ്ടോ കയ്യിൽ? ഓ നോ. ഓക്കെ, ഞാൻ ഫേസ്ബുക്കിലും തപ്പട്ടെ. ഇതാ സ്ഥലം തോന്നുന്നു. ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കാം. ഹായ് വെനന. Where is Pavi? Upstairs.
എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് ഒരുപാട് കാത്തിരുന്നു. പക്ഷെ ഒടുവിൽ നീ എത്തിയപ്പോ ഇത്ര നാൾക്ക് ശേഷവും നിന്നെ തിരിച്ചറിഞ്ഞിട്ടും എന്നോട് കാണിച്ച അവഗണന അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ ആകെ നിസ്സഹായായി പോയി മോളെ. നിനക്കറിയില്ല അപ്പോഴത്തെ എന്റെ സാഹചര്യം. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നീ ഇല്ലാതെ എന്റെ ജീവിതം എങ്ങനെ പൂർണ്ണമാകും? കണ്ടോ? We can't help it, but we will do something.